വയനാട് ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ പല മൃതദേഹങ്ങളും വനത്തിനുള്ളിൽ നിന്നും ചെളിയിൽ നിന്നും പുഴയിൽ നിന്നുമൊക്കെ എടുക്കുന്നത് ഹൃദയം കണ്ടു നിൽക്കാൻ കഴിയാത്തത്ര വിങ്ങിപ്പൊട്ടുന്ന വേദനയോടെയാണ്. ഉരുൾപൊട്ടലിൽ ചെളിയിൽ മുങ്ങിയ ദുരന്ത ഭൂമിയിൽ പകൽ വെളിച്ചം പോകും മുൻപേ രക്ഷാപ്രവർത്തനം തകൃതിയായി നടക്കുകയാണ്. മരണം 73 ഉയർന്നു. മേപ്പാടിക്കടുത്തുള്ള ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലായിരുന്നു ദുരന്തം ഉണ്ടായത്. ഇത് നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. ഉരുൾപൊട്ടലിൽ വിവിധയിടങ്ങളിൽ 250 പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംസ്ഥാന സർക്കാർ അറിയിച്ചെന്ന് സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. മരിച്ചവരിൽ 33 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 100-ലേറെ പേർ മണ്ണിനടിയിലാണ്. ഗുരുതര പരിക്കേറ്റവരടക്കം പ്രദേശത്ത് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവർക്കരികിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇനിയും എത്തിച്ചേരാനായിട്ടില്ല. മേപ്പാടി ഹെൽത്ത് സെന്ററിൽ 18 മൃതദേഹങ്ങളും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 5 മൃതദേഹങ്ങളും ഉണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. ഒറ്റപ്പെട്ടു പോയ മുണ്ടക്കയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമം പുരോഗമിക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ട് എന്ന സൂചന. മുണ്ടക്കൈ പുഴയിലൂടെയും ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലൂടെയും വലിയ തോതിൽ മഴവെള്ളപ്പാച്ചിലുണ്ട് എന്നാണ് റിപ്പോർട്ട്. NDRF സംഘം ഇവിടെ പാലം നിർമ്മിക്കാനുള്ള നീക്കം ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് പുതിയ സംഭവം. ഇതേ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിച്ചു. NDRFന്റെ 5 പേരടങ്ങുന്ന ചെറു സംഘത്തിന് മാത്രമാണ് ഇതുവരെ മുണ്ടക്കൈയിൽ എത്താനായത്. ചൂരൽപ്പുഴയ്ക്ക് അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്നവർക്ക് NDRF സംഘം ഭക്ഷണം എത്തിച്ചിട്ടുണ്ട്. പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെയാണ് ഉദ്യോഗസ്ഥർ പുഴ കടന്ന് അക്കരെ എത്തുന്നത്. ഇവിടത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ ചൂരൽമല കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് കോഴിക്കോട്ട് നിന്നുള്ള 150 അംഗ സൈനിക സംഘം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. ഇവരാണ് മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കുന്നത്. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കെയറിലെ 160 പേരടങ്ങുന്ന സംഘം ബംഗളൂരിൽ നിന്ന് സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും വയനാട്ടിലെത്തും. ഉരുൾപൊട്ടലിൽ പാലം തകർന്നതോടെയാണ് താൽക്കാലിക പാലം നിർമ്മിക്കാൻ തുടങ്ങിയത്. വിവരം അറിഞ്ഞ ചൂരൽമലയിലെത്തിയ പോലീസിനും ഫയർഫോഴ്സിനും ജനപ്രതിനിധികൾക്കും മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതിൽ അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ചാലിയാറിലൂടെ കിലോമീറ്ററുകളോളം മൃതദേഹങ്ങൾ ഒഴുകിയെത്തത് മറ്റൊരു ദുരന്ത കാഴ്ചയായി. ഉരുൾപൊട്ടലിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ ഒഴുകിയെത്തി. അംഗഭംഗം വന്ന നിലയിലായിരുന്നു പല മൃതദേഹങ്ങളും. കിലോമീറ്ററുകൾക്കപ്പുറം മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിലാണ് ഒഴുകിയെത്തിയത്. ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തിയ മൃതദേഹങ്ങളെന്നാണ് സൂചന. നിലമ്പൂരിൽ ചാലിയാർ പുഴയുടെ തീരത്ത് നിന്ന് 20 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൂരൽമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ മുണ്ടക്കൈ ടൗണും കഴിഞ്ഞാണ് ചാലിയാറിൽ ചേരുന്നത്. ഉരുൾപൊട്ടൽ മുണ്ടക്കൈയിലൂടെ വീടുകളും കെട്ടിടങ്ങളും അതിനകത്തെ മനുഷ്യരുമായി കുത്തിയൊലിച്ച് നിലമ്പൂർ ചാലിയാറിലും എത്തി. ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്.